ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പൊ ഇപ്പോ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് എക്സാം തന്നെയാണ് RRB ഗ്രൂപ്പ് ഡി എക്സാം. RRB ഗ്രൂപ്പ് ഡി എക്സാമിൽ നിങ്ങൾക്കറിയാം ആകെ ഒരു എക്സാം മാത്രമേ, അതായത് ഫിസിക്കൽ ടെസ്റ്റ് കൂടാതെ നമുക്ക് CBT ആയിട്ട് CBT ഒരു എക്സാം മാത്രമാണ് വരുന്നത്. NTPC ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് 2 ലെവൽ എക്സാം വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡി എക്സാമിൽ ഒറ്റ ലെവൽ എക്സാം ആണ്. അതിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ 25 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ആ 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്നുള്ള രീതിയിൽ 25 മാർക്കാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാം CBT എക്സാമിലെ മാത്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് മാത്സിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോൾ ഏറ്റവും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഏത് രീതിയിലാണ്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ്, ഏത് രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയറിൽ ഏത് രീതിയിലാണോ ചോദിച്ചിട്ടുള്ളത് ആ ഒരു രീതി തന്നെ ആയിരിക്കും എന്തായാലും ഈ വർഷവും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ടോപ്പിക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ് എന്നുള്ള ഒരു ടോപ്പിക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിച്ച ശേഷം ആ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ അതെല്ലാം എടുത്ത് സോൾവ് ചെയ്യണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ മാത്സ് സെക്ഷനിൽ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ്, 25 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് 25 മാർക്കാണ് CBTയിൽ ഉള്ളത്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയ 1/3 മാർക്കാണ് ഡിഡക്ട് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് അറിയാം RRB ഗ്രൂപ്പ് ഡി എക്സാം 10th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു എക്സാം ആണ്. സോ ഭയങ്കര ടഫായിട്ട് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങൾ അപ്പൊ അങ്ങനെ ഉഴപ്പിയിട്ട് പഠിക്കാം എന്ന് വിചാരിക്കേണ്ട. കാരണം നല്ല രീതിയിൽ പഠിച്ചോളൂ. കോമ്പറ്റീഷൻ നല്ല രീതിയിലുള്ള ഒരു എക്സാം തന്നെയാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. പക്ഷെ എക്സാം ലെവൽ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതില് നമുക്ക് ഫസ്റ്റ് വരുന്ന മാത്സില്, ഇപ്പൊ മാത്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാത്സിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്പർ സിസ്റ്റത്തില് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? LCM ആൻഡ് HCF. LCM ആൻഡ് HCF വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡിവിസിബിലിറ്റി റൂൾസ് ഉണ്ടാവും. ഇപ്പൊ 2ന്റെ ഡിവിസിബിലിറ്റി റൂള്, 3ന്റെ ഡിവിസിബിലിറ്റി റൂള്, അങ്ങനെ ഒരു 2 to 12 വരെയുള്ള 12ന്റെ വരെയൊക്കെ ഡിവിസിബിലിറ്റി റൂൾസ് നമുക്ക് നോക്കി വെക്കേണ്ടതായിട്ട് വരും. പിന്നെ സിംപ്ലിഫിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റിമൈൻഡർ തിയറം ഒക്കെ ഉണ്ട്. റിമൈൻഡർ തിയറം എല്ലാം ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ്. പിന്നെ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് ആണ് ഈ നമ്പർ സിസ്റ്റത്തിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് മാത്സിൽ വരുമ്പോഴത്തേക്കും നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉണ്ട്. പിന്നെ ബോഡ്മാസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ. ബോഡ്മാസ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള റൂളാണ്. ബോഡ്മാസ്, ബ്രാക്കറ്റ്, ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ആ ഒരു ഓർഡർ എന്താണ് എന്നുള്ളതാണ് ബോഡ്മാസ്. ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഓർഡർ ഓഫ് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, സർഡ്സ് ആൻഡ് ഇൻഡീസസ്. പിന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഒപ്പം തന്നെ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് നമുക്ക് നോർമലി ചെയ്യാം, നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിച്ച രീതിയിൽ ചെയ്യാം. പക്ഷെ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. സോ എന്ത് ചെയ്യണം? നമുക്ക് ടൈം സേവ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിന് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇപ്പൊ എവിടെയെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിച്ച ഷോർട്ട് കട്ട് ട്രിക്ക് കൂടാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ സ്വയം ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഈ ഒരു രീതിയിൽ ചെയ്താൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമല്ലോ. സോ ഒരു പർട്ടിക്കുലർ രീതി ഫോളോ ചെയ്യണം എന്നില്ല. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആൻസറിലേക്ക് എത്തിയാൽ മതി. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ ഈ ഒരു ബോർഡ് മാസ് സിംപ്ലിഫിക്കേഷൻ ഇതിൽ നിന്നൊക്കെ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് നമ്മൾ ബേസ് തൊട്ടിട്ട് അറിഞ്ഞിരിക്കണം. പെർസെൻറ്റേജ് മാത്രമല്ല ഏതൊരു ടോപ്പിക്ക് വരുമ്പോഴും ഉണ്ടല്ലോ നമ്മൾ വെരി ബേസ് തൊട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് നമുക്കിതൊക്കെ അറിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് എടുത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാതെ ബേസ് ക്ലിയർ ആക്കുക. ആ ബേസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര അഡ്വാൻസ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നാലും സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജില് നമുക്ക് ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജിന്റെ ഫോർമുല, പിന്നെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ്, അതായത് ഇപ്പൊ ഒരു കുട്ടിയുടെ മാർക്ക് ആദ്യം ഇത്ര മാർക്കായിരുന്നു, നെക്സ്റ്റ് മാർക്ക് ഇത്ര കൂടി, അപ്പൊ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ഉണ്ടായത്, അല്ലെങ്കിൽ മാർക്ക് കുറയുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് ഉണ്ടായത്. ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമൊക്കെ പെർസെൻറ്റേജിൽ നിന്ന് നോർമലി ചോദിക്കുന്നതാണ്. പിന്നെ സക്സസീവ് പെർസെൻറ്റേജ്, അതായത് ഒരാളുടെ സാലറി ആദ്യം ഒരു 10% കൂടി, പിന്നെ ഒരു 20% കൂടി, അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൂടുക എന്ന് വരുന്നതാണ് സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ്, സക്സസീവ് ഇൻക്രീസ് എന്ന് പറയും. അതുപോലെ ഡിക്രീസും ഉണ്ട്. അപ്പൊ ആ ഒരു ടൈപ്പ് ചോദ്യവും ഇതിൽ നിന്ന് ഉള്ളതാണ്. പിന്നെ പെർസെൻറ്റേജ് നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ മാത്രമല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുമ്പോൾ അതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ പെർസെൻറ്റേജിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ അതിലൊരു ഫണ്ടമെന്റൽ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് പെർസെൻറ്റേജ്. കാരണം അത് പഠിച്ചാലാണ് നമുക്ക് ചിലപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതിലെല്ലാം നമുക്ക് ഈ പെർസെൻറ്റേജിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈലി സ്കോറിംഗ് ടോപ്പിക് തന്നെയാണ് പെർസെൻറ്റേജ്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് റേഷ്യോ പ്രിപ്പോർഷൻ. റേഷ്യോ പ്രിപ്പോർഷനിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള റേഷ്യോ കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് പ്രിപ്പോർഷൻ, ഇൻവേഴ്സ് പ്രിപ്പോർഷൻ, ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി കൂടുവാണെങ്കിൽ ഡയറക്റ്റ് പ്രിപ്പോർഷൻ ആണ്, ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയുകയാണെങ്കിൽ ഡയറക്റ്റ് പ്രിപ്പോർഷൻ ആണ്, അതിന് പകരം ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയാണെങ്കിൽ അതെന്താണ്, ഇൻവേഴ്സ് പ്രിപ്പോർഷൻ ആണ്. ഈ ഒരു ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ പാർട്ട്ണർഷിപ്പ് പ്രോബ്ലംസ് വരുന്നു. പിന്നെ ഏജ് ബേസ്ഡ് റേഷ്യോ ക്വസ്റ്റ്യൻ, അതായത് ഫാദറിന്റെയും സണ്ണിന്റെ ഏജ് ഇപ്പൊ എത്രയാണ്, 10 years കഴിയുമ്പോൾ എത്രയാണ്, അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രസന്റ് ഏജ് തമ്മിലുള്ള റേഷ്യോ, ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളില്ലേ അതെല്ലാം നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ അടുത്ത ടോപ്പിക്കാണ് പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് ഒക്കെ വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പെർസെൻറ്റേജ് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് കുറച്ചുകൂടെ എളുപ്പമാവും. ഓക്കെ, അതിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്താണ്, സെല്ലിംഗ് പ്രൈസ് എന്താണ്, മാർക്ക് പ്രൈസ് എന്താണ്, ഇതെല്ലാം പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ പെർസെൻറ്റേജ് ലോസ്, പെർസെൻറ്റേജ് പ്രോഫിറ്റ്, അത് എത്രയാന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഡിസ്കൗണ്ട്, മാർക്ക് ടു പ്രൈസ്, ഡിസ്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസും പെർസെൻറ്റേജ് ഒക്കെ മിക്സ് ചെയ്തിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ബേസിക് ഫോർമുല ഉണ്ടല്ലോ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ഒക്കെ, അതൊക്കെ പഠിക്കണം. പിന്നെ നമുക്ക് ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതിനൊക്കെ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് നോർമൽ രീതിയിൽ ചെയ്യാം, നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന പോലെ നോർമൽ രീതിയിൽ ചെയ്യാം. പക്ഷേ ക്വിക്ക് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. നമ്മൾ കുട്ടികളെ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുമ്പോൾ ഇതുപോലെ ഷോർട്ട് കട്ട് വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ 5 മിനിറ്റിന് മേലെയൊക്കെ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് 1 മിനിറ്റ് താഴെ ഷോർട്ട് കട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. ഓർഡിനറി രീതിയിൽ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് ഡെഫിനറ്റ്ലി പഠിപ്പിക്കും. അതിനുശേഷം ശരിക്കും നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നോർമലി എങ്ങനെയാ ചെയ്യണതെന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം അല്ലെ, എന്നാൽ മാത്രമേ ഷോർട്ട് കട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കുക അത് സാധാ രീതിയിൽ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതാ. അതിനുശേഷം അതിന് എന്താണ് ഷോർട്ട് കട്ട്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ കുറെ ഷോർട്ട് കട്ട് ട്രിക്സ് വരുന്ന ഒരു ഏരിയ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കുറെ ഷോർട്ട് കട്ട് ഫോർമുലാസ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ടൈം ആൻഡ് വർക്കിലും നമുക്ക് കുറെ അധികം ഷോർട്ട് കട്ട് വരുന്ന കേട്ടോ. ടൈം ആൻഡ് വർക്ക് പലരും എന്താണ് കുറെ അധികം ടൈം എടുത്ത് കുറച്ച് ടഫായിട്ട് തോന്നുന്ന ഒരു ഏരിയ തന്നെയാണ് ടൈം ആൻഡ് വർക്ക്. അതുപോലെ ഈ പൈപ്പ് ടാങ്കിൽ വെള്ളം നിറയ്ക്കുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ പലരും കുറെ അധികം ടൈം എടുക്കുന്ന
കുറെ അധികം ടൈം കളയുന്ന ഒരു ഏരിയ ആണ് ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലംസ്. പക്ഷെ ടൈം ആൻഡ് വർക്കിൽ നമുക്ക് കുറെ ഷോർട്ട് കട്ട് വരുന്നുണ്ട്. പിന്നെ വർക്ക് എഫിഷ്യൻസി കൺസെപ്റ്റ്, ഞാൻ പറഞ്ഞ പൈപ്പ് ആൻഡ് സിസ്റ്റം വരുന്നുണ്ട്. അതിന്റെ കുറച്ച് ബേസിക് ആണ്. ഗ്രൂപ്പ് ഡി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഒരു ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത്. പിന്നെ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള വേർഡ് പ്രോബ്ലംസ്. ഇപ്പൊ രണ്ടാൾക്കാർ ഒരേ ജോലി ചെയ്തു, ഒരാള് 5 ദിവസം കഴിഞ്ഞപ്പോ ആ ജോലിയിൽ നിന്ന് പോയി, അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ടൈം ആൻഡ് വർക്ക്. അടുത്തൊരു ടോപ്പിക് ആണ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ട്രെയിൻ പ്രോബ്ലം, ട്രെയിൻ ബേസ് ചെയ്തിട്ട് ട്രെയിനിന്റെ സ്പീഡ്, ട്രെയിനിന്റെ ലെങ്ത്, ഇതൊക്കെ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ റിലേറ്റീവ് സ്പീഡ്, ആവറേജ് സ്പീഡ്, ഇതിൽ നമുക്ക് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് റിലേറ്റീവ് സ്പീഡ്, കുറെ ആവറേജ് സ്പീഡ്, ഇതെല്ലാം പഠിക്കാനുണ്ട്. അപ്പൊ അതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഇതിൽ നിന്ന് വരാറുണ്ട്. പലർക്കും ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷൻ 2 ഡയമെൻഷൻ വരുന്നുണ്ട്, 3 ഡയമെൻഷൻ വരുന്നുണ്ട്. പക്ഷെ ഇതങ്ങനെ ഞാൻ പറയുവാണെങ്കിൽ ഭയങ്കര മെൻസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും എന്താണ്, അത് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നോണ്ടാണ് പ്രശ്നം. ഇതിനകത്തുനിന്ന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിന്ന് ചോദിക്കുന്നത്. അതായത് ഏരിയ ആൻഡ് പെരിമീറ്റർ നമുക്ക് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. സ്ക്വയർ, റെക്ടാംഗിൾ, സർക്കിൾ, ബേസിക് ഷേപ്സിന്റെ ഏരിയ, പെരിമീറ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വോളിയം, സർഫസ് ഏരിയ, ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ ഒക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ വോളിയം, സർഫസ് ഏരിയ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ. ഇതിന്റെയൊക്കെ പിന്നെ ഈ മെൻസ്ട്രേഷനിൽ നമ്മൾ ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, കുറച്ച് കൂടുതൽ ഇക്വേഷൻസ് ഒക്കെ പഠിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് മെൻസ്ട്രേഷൻ 2D 3Dയിൽ വരുമ്പോഴത്തേക്കും. ആ ഇക്വേഷൻസ് പഠിച്ചിരുന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ആ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്ത് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വളരെ സിമ്പിൾ ആയിരിക്കും പിന്നീട്. പിന്നെ ഫോർമുല ബേസ് ചെയ്തിട്ട്, ആ പഠിക്കുന്ന ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ഇതെന്ന് ചോദിക്കാറുള്ളത് മെൻസ്ട്രേഷനിൽ നിന്ന്. പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഓൾജിബ്ര. ഓൾജിബ്രയില് കുറെ ലീനിയർ ഇക്വേഷൻസ്, സിമ്പിൾ ആയിട്ടുള്ള ഐഡന്റിറ്റി, a+b² പോലുള്ള ഐഡന്റിറ്റീസ്, പിന്നെ വാല്യൂ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഒരു ബേസിക് ലെവലിൽ മാത്രമാണ് ഓൾജിബ്രയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ, ഏത് ലെവലിലാ ക്വസ്റ്റ്യൻസ് വരിക, നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണോ, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രാഫോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും, ബാർ ഗ്രാഫ്, പൈ ചാർട്ട്, പിന്നെ ടേബിൾ ബേസ്ഡ് ഒരു ടേബിൾ ആയിട്ടായിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ഡേറ്റ നമുക്ക് തരും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതും ആ ഒരു ഗ്രാഫിൽ നിന്ന്, ആ ഒരു പൈ ചാർട്ടിൽ നിന്ന് നമുക്ക് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ട. അവിടെ കാൽക്കുലേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ചിലപ്പം കാൽക്കുലേഷൻ കുറച്ച് കൂടുതലായിട്ട് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അവിടെ നല്ല സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആക്യുറസി, നമുക്ക് ചിലപ്പോൾ സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പലർക്കും ആൻസർ തെറ്റിപ്പോവാം. അപ്പൊ സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം, അതോടൊപ്പം കറക്റ്റ് ആൻസർ കിട്ടുകയും വേണമല്ലോ. അപ്പൊ അത് രണ്ടുമാണ് അവിടെ ഇമ്പോർട്ടന്റ്. അല്ലാതെ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇക്വേഷൻസ് പഠിക്കാനോ കാണാതെ പഠിക്കാനോ ഒന്നും തന്നെ ഡേറ്റ ഇന്റർപ്രിറ്റേഷനിൽ വരുന്നില്ല. നമ്മൾ ഗിവൺ ഡേറ്റ അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് വാല്യൂസ് എടുക്കുക, കാൽക്കുലേഷൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ആവറേജ്. ആവറേജിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ആവറേജിന്റെ ഫോർമുല വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ്. ഏജ് ബേസ്ഡ് പ്രോബ്ലംസ് വരും ആവറേജിൽ. പിന്നെ എന്താണ് ആവറേജ് സ്പീഡ്, അങ്ങനെയൊക്കെ. പക്ഷെ ആവറേജിലും നമുക്ക് കുറെ അധികം ഷോർട്ട് കട്ട് ട്രിക്സ് ഉണ്ട്. ഷോർട്ട് കട്ട് ട്രിക്സ് കുറെ അധികം വരുന്ന ഞാൻ കുറച്ച് ടോപ്പിക്സ് പറഞ്ഞില്ലേ, അതിലെല്ലാം കുറച്ച് കൂടുതൽ ഷോർട്ട് കട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കൂടുതൽ ഷോർട്ട് കട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ആവറേജ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടോപ്പിക്സ് ആയിട്ട്, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് പറയാനായിട്ടുള്ളത്. നമ്മൾ എന്താണ് ആക്യുറസി, പ്രിപ്പറേഷൻ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്പീഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. നമുക്ക് നല്ല കാൽക്കുലേഷൻ സ്പീഡ് വേണം. പലരും ഈ ഒരു 90 മിനിറ്റ്സിൽ മാത്സിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഒന്നുമില്ല. കോമൺ ആയിട്ട് മൊത്തത്തിലെ എല്ലാ സബ്ജക്റ്റിനും കൂടെ കൂടിയിട്ട് ഒരു ടോട്ടൽ 90 മിനിറ്റ്സ്, 1.5 മണിക്കൂറാണ് നമുക്ക് എക്സാമിനുള്ളത്. നമ്മുടെ സ്പീഡ്
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സ്പീഡിൽ പ്രോബ്ലംസ് ചെയ്താൽ മാത്രം പോരെ, എന്തും കൂടെ ആവണം, അക്യുറേറ്റ് ആവണം. അക്യുറസി ഈസ് വെരി ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചു പോകും. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. ഓക്കെ, സോ സ്പീഡിന്റെ കൂടെ തന്നെ ആക്യുറസിയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ്ങിലേ പറയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു ഇക്വേഷൻ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നമ്മൾ ഓരോരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഒരു സെപ്പറേറ്റ് ബുക്ക്, ഒരു ഇക്വേഷൻ ബുക്ക് എന്ന സെപ്പറേറ്റ് ബുക്ക് കയ്യിൽ വെച്ചോ. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ നിന്ന് പഠിക്കുന്ന ഷോർട്ട് കട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻസ്, ഈ കാര്യങ്ങൾ മാത്രം ആ ബുക്കിൽ എഴുതാം. ആ ബുക്ക് ഡെയിലി റിവൈസ് ചെയ്യുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ മറന്നു പോവുക, ഏത് ഷോർട്ട് കട്ട് ആണോ എന്നുള്ളത് മറന്നു പോവുക, ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു ഇക്വേഷൻ ബുക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി റിവൈസ് ചെയ്യാം. അപ്പോൾ അത് എക്സാമിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ റെഗുലർ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം, റിവൈസ് ചെയ്യണം, അതുപോലെ ഇക്വേഷൻസ് ഒക്കെ ഡെയിലി നോക്കി റിവൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത്. മോക്ക് ടെസ്റ്റ് എടുത്താൽ മാത്രം പോരാ, മോക്ക് ടെസ്റ്റ് അനലൈസും കൂടെ ചെയ്യണം. മോക്ക് ടെസ്റ്റ് എടുത്ത ശേഷം നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മോക്ക് ടെസ്റ്റ് എടുത്ത ശേഷം തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഏതാണോ അത് നോക്കിയിട്ട് അതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കിപ്പോകും. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ ശരിയായ ക്വസ്റ്റ്യൻസും കൂടെ അനലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ശരിയായ ക്വസ്റ്റ്യൻസും കൂടെ നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെയ്ത രീതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയാണ് എനിക്ക് RRB ഗ്രൂപ്പ് ഡി എക്സാമിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, അതുപോലെ എന്റേതായിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ CCയിലെ RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ ഡെയിലി ടോപ്പിക് ബേസ്ഡ് എക്സാംസ് നടത്തുന്നുണ്ട്, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി, വീക്ക്ലി എക്സാംസ്, നോട്ട്സ്, റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസ് എല്ലാം ഉണ്ടാവും. മെന്റർഷിപ്പോട് കൂടിയ ക്ലാസ്സസ് ആയിരിക്കും. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതായത് മോക്ക് ടെസ്റ്റ് എടുക്കണം, ഡെയിലി റിവൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്